ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഇഞ്ചി അച്ചാറാണ്. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മാങ്ങ ഇഞ്ചിയാണ്. മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുകയായിട്ട് സാമ്യമുള്ള മാങ്ങൻ്റെ അതേ സ്മെല്ലുള്ള ഒരു ഇഞ്ചിയാണ് മാങ്ങ ഇഞ്ചി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം ഈ മാങ്ങ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനുശേഷം ഗ്യാസിൽ പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എള്ളെണ്ണ ഒഴിക്കുക. എള്ളെണ്ണ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്ര മാങ്ങ ഇഞ്ചിയാണുള്ളത് അത് വഴറ്റി വരാൻ ആവശ്യത്തിനുള്ള എള്ളെണ്ണ ആണ് നമുക്കിതിൽ എടുക്കേണ്ടത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉലുവ ചേർക്കുക. ഉലുവയും കടുകും കൂടി നമ്മുടെ അച്ചാറിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും നൽകുന്നതാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4-5 പച്ചമുളകും ചേർത്ത് മൂടി വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇഞ്ചി അതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിയിലത്തെ ആ എള്ളെണ്ണ ഒക്കെ ഈ മാങ്ങ ഇഞ്ചിയിൽ മൊത്തത്തിൽ വരുന്ന രീതിയിൽ വേണം നന്നായിട്ട് ഇളക്കാൻ. നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ അച്ചാർ പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കുക. മൂടി തുറന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3/4 കുപ്പി വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓവർ വേവാൻ പാടില്ല. ഒന്ന് കടിക്കുന്ന രീതിയിലേക്ക് ആവുന്ന ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള മായങ്ങളൊന്നും ചേർക്കാത്ത മാങ്ങ ഇഞ്ചി അഥവാ ഇഞ്ചി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേ അച്ചാറിനെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റും ഔഷധങ്ങളേറെയുള്ള ഒരു അച്ചാറാണ് മാങ്ങ ഇഞ്ചി അച്ചാർ.